ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ക്രിയേറ്റീവ് സായി. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ ക്രാഫ്റ്റ് മുട്ടത്തോട് വെച്ചിട്ടൊരു റംബൂട്ടാനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു മുട്ടത്തോടിൽ ഞാൻ റെഡ് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കുക. പിന്നെ എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ പേപ്പറില്ല, അപ്പോൾ ഞാനൊരു പേപ്പറിൽ ഗ്രീൻ കളർ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മുട്ടത്തോടിൽ കൊടുത്ത കളറും പേപ്പറിൽ കൊടുത്ത ഒരു ഗ്രീൻ കളറും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഈ പേപ്പർ കുഞ്ഞു കുഞ്ഞു സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഒരുപാട് സ്ട്രിപ്സ് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈർക്കിലിൽ ഞാൻ ഈ ഗ്രീൻ പേപ്പർ ചുറ്റിയെടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് തണ്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മുട്ടയുടെ ഹോൾ ഭാഗത്ത് ഈ തണ്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ സ്ട്രിപ്സിൻ്റെ കുഞ്ഞ് അറ്റ ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ മടക്കി കൊടുത്ത ആ ഒരു അറ്റ ഭാഗം താഴോട്ട് വരുന്ന രീതിയിൽ വേണം ഒട്ടിക്കാൻ. ഒട്ടിക്കുമ്പോൾ മേൽഭാഗത്ത് നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പം ഒട്ടിക്കുക എന്ന് പറയുമ്പോൾ മേളിൽ കുറച്ച് ഭാഗം ഒട്ടിക്കുക. അത് ഉണങ്ങിയതിന് ശേഷം വേണം ഓരോ ലെയറായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് മേളിൽ ഒട്ടിച്ച ഭാഗം അത്രയും ഉണങ്ങിയിട്ടുണ്ട്. ഇതിന് ശേഷം വേണം മിഡിലുള്ള ലെയർ അത്രയും ഒട്ടിക്കാൻ. അതും ഉണങ്ങിയതിന് ശേഷം വേണം താഴത്തെ ഉള്ള ലെയർ ഒട്ടിക്കാൻ. അങ്ങനെ നമ്മൾ ലെയറായിട്ടെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ജസ്റ്റ് ടച്ചിങ് ഉണ്ട്. അതായത് നമ്മൾ ഈ സ്ട്രിപ്സിൻ്റെ ഒരു അറ്റഭാഗം മടക്കി കൊടുത്തിട്ടല്ലേ ഇവിടെ ഒട്ടിച്ചത്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ആ മുട്ടത്തോടിൽ കൊടുത്ത അതേ കളർ തന്നെ ഈ ഒരു എൻഡ് ഭാഗത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കൊടുത്ത പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ സ്ട്രിപ്സ് താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അല്ല, ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് വരത്തക്ക രീതിയിൽ. ഇനി നീളമുള്ള സ്ട്രിപ്സിൻ്റെ അറ്റമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ലീവ്സാണ് എടുത്തിട്ടുള്ളത്. ഈ 3 ലീവ്സും ഒരു ഗ്രീൻ കളർ സ്ട്രിപ്സിൽ ഞാനിതാ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ട്രിപ്സിന് മുട്ടത്തോടിൻ്റെ ആ തണ്ട് ഭാഗത്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. മുട്ടത്തോട് കൊണ്ടുണ്ടാക്കിയ ക്രാഫ്റ്റ്സ് എല്ലാം ഷോക്കേസിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ ഒരു ക്രാഫ്റ്റിൽ വാർണിഷിൻ്റെ ആവശ്യം ഇല്ല, കാരണം സ്ട്രിപ്സ് മുട്ടത്തോടിൽ ഒട്ടാൻ ചാൻസ് ഉണ്ട്. മുട്ടത്തോട് കൊണ്ടുണ്ടാക്കിയ റംബൂട്ടാൻ റെഡി. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.